അറിയാത്ത ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ഞങ്ങളും വളരെയധികം ആകാംക്ഷയോടെയാണ് അങ്ങോട്ട് പോകുന്നത്. ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടപ്പോൾ ഇന്നത്തെ യാത്ര ഇങ്ങോട്ടാകാമെന്ന് കരുതി. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ക്ഷേത്രത്തിലേക്കുള്ള ബോർഡ് കാണാം. ഗ്രാമ അന്തരീക്ഷത്തിലൂടെയുള്ള ഒരു യാത്ര. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന് തഞ്ചാവൂർ ശൈലിയിൽ കോട്ടയത്തൊരു ക്ഷേത്രം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം തഞ്ചാവൂരിലോ മധുരയിലോ എത്തിയ പോലെ. പക്ഷേ സ്ഥലം തമിഴ്നാടല്ല, കോട്ടയം ജില്ലയിലെ കറുകച്ചാലാണ്. തഞ്ചാവൂർ ശൈലിയിൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം. ശ്രീ മഹാദേവനും ദുർഗാദേവിയും ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഒരേ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു എന്ന പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ക്ഷേത്രത്തിന്. ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ 12.25 അടി ഉയരമുള്ള ഒറ്റ കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹവും ഹനുമാൻ സ്വാമിയുടെ 7.25 അടി ഉയരമുള്ള വിഗ്രഹവും ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ്. തമിഴ്നാട്ടിലെ കലാഗ്രാമമായ മയിലാടിയിൽ നിന്നാണ് ഈ വിഗ്രഹങ്ങളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. 10 ശ്രീകോവിലുകളിലായി 12 പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. ആചാര്യഗുരു, ഭദ്രകാളി, ശ്രീരാമചന്ദ്രൻ, ഹനുമാൻ, മൃത്യുഞ്ജയമൂർത്തി, ഗണപതി, ശ്രീ ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യസ്വാമി, ധന്വന്തരമൂർത്തി, സരസ്വതീ ദേവി എന്നീ മൂർത്തികളാണ് മറ്റു പ്രതിഷ്ഠകൾ. ഇവിടെ എത്തുമ്പോൾ തന്നെ വളരെ ശാന്തവും സുന്ദരവുമാണ്. പ്രധാന രാജഗോപുരത്തിന് 83 അടി ഉയരമുണ്ട്. ദേവി ദേവന്മാരുടെ ഉപദൈവങ്ങളുടെയും ശില്പങ്ങൾ കൊത്തുപണികളാൽ ഈ ക്ഷേത്ര ഗോപുരങ്ങളെ അലങ്കരിച്ചിരിക്കുന്നു. കറുകച്ചാൽ പഞ്ചായത്തിലെ 10ാം വാർഡിൽ മാമുണ്ട എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1998 ചെങ്കോട്ടുകോണം മഠാധിപതി സ്വാമി സത്യാനന്ദ സരസ്വതിയാണ് ക്ഷേത്രത്തിൻ്റെ ശിലാശാസനം നടത്തിയത്. നമുക്ക് അകത്തേക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പ്രവേശനമില്ല. ക്ഷേത്രത്തിൻ്റെ വലിയ ഗോപുരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ സങ്കീർണമായ കൊത്തുപണികളുള്ള മേൽക്കൂരകളും തൂണുകളുള്ള ഒരു വലിയ മുറ്റവും ശ്രീകോവിലിൻ്റെ മധ്യഭാഗത്തുള്ള ദേവീ വിഗ്രഹവും നമ്മളെ സ്വാഗതം ചെയ്യും. ഏറ്റവും ആകർഷകരമായ കാര്യം പ്രധാന ശ്രീകോവിലിൻ്റെ ഇരുവശത്തുമുള്ള മറ്റ് 2 ശ്രീകോവിലുകളാണ്. ഒന്നിൽ ശ്രീരാമ വിഗ്രഹവും മറ്റൊന്നിൽ ഹനുമാൻ വിഗ്രഹവുമാണ്. ആ വലിയ ഹാൾ തന്നെ ഒരു ദൃശ്യഗംഭീരം പോലെയായിരുന്നു. 2005 ഈ ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഇപ്പോഴും ഈ ക്ഷേത്രത്തെപ്പറ്റി അധികം ആർക്കും അറിയില്ല. ഇവിടുത്തെ ദൃശ്യഭംഗി വളരെ മനോഹരം തന്നെയാണ്. ദിവ്യ വിഗ്രഹങ്ങളുടെ മുന്നിൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് കുറച്ച് ഫോട്ടോകൾ എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരികെ യാത്രയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.